കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു. ശ്രീലങ്കയിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ കൊളംബോയിൽ രാജ്യാന്തര കപ്പൽ പാതയോട് തൊട്ടു ചേർന്നുള്ള ഒരു തന്ത്രപ്രധാനമായ കപ്പൽശാലയുടെ നിയന്ത്രണം സ്വന്തമാക്കിയെന്ന്. ഇത് സത്യത്തിൽ ചൈനയ്ക്കൊരു തിരിച്ചടി മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗം കൂടിയാണ്. അതിന്റെ കാരണം, ഈ കപ്പൽശാലയുടെ നിയന്ത്രണം സ്വന്തമാക്കിയത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനമോ സ്വകാര്യ കമ്പനിയോ അല്ല, മറിച്ച് ഇന്ത്യയുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. കൊളംബോ തുറമുഖത്തോട് ചേർന്നുള്ള കൊളംബോ ഡോക്യാർഡിന്റെ 51% ഓഹരികളാണ് ഇന്ത്യയുടെ ഈ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സ്വന്തമാക്കിയിരിക്കുന്നത്. അതും 455 കോടി രൂപയ്ക്കാണ് വാങ്ങാൻ ധാരണയായിരിക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല. നേരത്തെ തന്നെ ശ്രീലങ്കയുടെ ഏറ്റവും വലിയ തുറമുഖമായിട്ടുള്ള കൊളംബോ തുറമുഖത്തിന്റെ ഒരു ടെർമിനലിന്റെ ഓപ്പറേഷൻസ് ഇന്ത്യ ഏറ്റെടുത്തിരുന്നു. അതായത് അദാനി ഗ്രൂപ്പ് കൊളംബോ തുറമുഖത്തിന്റെ ഒരു ടെർമിനലിന്റെ ഫുൾ നടത്തിപ്പ് അവകാശമാണ് നേടിയെടുത്തത്. ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ഈ കൊളംബോ തുറമുഖം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു ടെർമിനലിന്റെ കൺട്രോൾ ഓൾറെഡി അദാനി ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, കൊളംബോയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പൽശാല കൂടി സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന്റെ 51% ഓഹരികൾ നേടുന്നതിലൂടെ അത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കിത് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള ഒനോമിച്ചി ഡോക്ക് യാർഡിൽ നിന്നാണ് നമ്മൾ ഈ ഓഹരികൾ കൂടി വാങ്ങുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന കൊളംബോ ഡോക്ക് യാർഡിനെ കരകയറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ശ്രീലങ്കൻ സർക്കാർ ആദ്യം ജപ്പാന്റെ സഹായം തേടിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. തുടർന്ന് ഇന്ത്യയെ സമീപിക്കുകയും ഇന്ത്യ തന്ത്രപരമായിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പൽശാലയുടെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രവർത്തന രംഗത്ത് നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള കൊളംബോ ഡോക്യാർഡ് ഇതിനോടകം നിരവധി വെസലുകൾ, ടാങ്കറുകൾ, പെട്രോളിംഗ് ബോട്ടുകളൊക്കെ നിർമ്മിച്ച് ജപ്പാൻ, ഇന്ത്യ, നോർവേ, ഫ്രാൻസ്, ആഫ്രിക്ക, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. 4 ഡ്രൈ ഡോക്കുകളുള്ള കപ്പൽശാലയ്ക്ക് നിലവിൽ 2500 കോടിയിലേറെ രൂപയുടെ ഓർഡറുകളും കൈവശമുണ്ട്. മുംബൈ ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ പ്രതിരോധ കമ്പനിയാണ് മാസഗോൺ എന്ന് പറയുന്നത്. കൊളംബോ ഡോക്യാർഡിനെ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ 6 മാസത്തിനകമായിരിക്കും പൂർത്തിയാവുക. ശ്രീലങ്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി കൂടിയാണിത്. 2024 കമ്പനി ഏകദേശം 70 കോടി രൂപയുടെ നഷ്ടം നേരിട്ടിരുന്നു. എന്നാൽ മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിന്റെ ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുന്നത് 2.12% നേട്ടത്തോടെ ഏകദേശം 3188 രൂപയിലാണ്. അപ്പൊ ഇവിടെ ഇന്ത്യ, നമുക്കറിയാം ചൈന നമ്മുടെ ചുറ്റും പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇന്ത്യയുടേതായ സ്വാധീനം നിലനിർത്താൻ എല്ലാ രീതിയിലും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ നീക്കങ്ങളൊക്കെ കാണുന്നത്. അതോടൊപ്പം തന്നെ മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു വിപ്ലവകരമായ വളർച്ചയ്ക്ക് തയ്യാറെടുക്കുന്ന രാജ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങളിലും നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. ഈ കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ നിർണായകമായൊരു സ്ഥാനം ശ്രീലങ്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കമ്പനികളും ഇന്ത്യ ഗവൺമെന്റും ശ്രീലങ്കയിൽ വലിയ താല്പര്യം കാണിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യയുടെ സ്വാധീനം നിലനിർത്തുവാനും അയൽ രാജ്യങ്ങളെ ഒപ്പം നിർത്തുവാനുള്ള ഇന്ത്യയുടെ വലിയ ശ്രമത്തിന്റെയും ഭാഗം കൂടിയാണിത്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ അവസരങ്ങൾ മുതലെടുത്ത് കടന്നു കയറാൻ ശ്രമിക്കുകയും രാജ്യങ്ങളെ കടക്കണിയിൽ പോലും ആക്കിക്കൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു വശത്ത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയും അതോടൊപ്പം ചൈനയുടെ കടക്കണിയിൽ വീഴാതെ അവരെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.